ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഷാപ്പിലേക്കാണ് കേട്ടോ. വേറെ എവിടെയുമല്ല, നമ്മുടെ നെട്ടൂരുള്ള കള്ള് ഷാപ്പിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. പാലത്തിൻ്റെ ഇടയിൽ പുഴയുടെ തീരത്തൊക്കെ ആയിട്ട് ഉള്ളൊരു ഷാപ്പാണിത്. ഇത് വെറും ഒരു ഷാപ്പ് മാത്രമല്ല കേട്ടോ, നല്ലൊരു ഫാമിലി റെസ്റ്റോറൻറ്റും കൂടിയാണ്. ഷാപ്പിലെ കറികളൊക്കെ കഴിക്കാൻ കൊതി തോന്നുന്നവർ നേരെ ഇവിടേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അടിപൊളി വൈബിലിരുന്നിട്ട് പുഴയുടെ തീരത്തിരുന്ന് നമുക്ക് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ ഷാപ്പിലേക്ക് എത്തി. ഞങ്ങൾ വന്നത് ഒരു സൺഡേ ആയിരുന്നു കേട്ടോ. ഒരു 12 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഷാപ്പിലെത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ, ഇരിക്കാനൊക്കെ സീറ്റൊക്കെ കിട്ടിയിരുന്നു. ഇല്ലെങ്കിൽ ഒരു 1 മണിക്കൊക്കെ ശേഷമാണ് നിങ്ങളിങ്ങോട്ട് വരുന്നതെങ്കിൽ നല്ല തിരക്കായിരിക്കും. പോരാത്തതിന് ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം തിരക്കൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ 12 മണി ആയപ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾക്കുള്ള ചേട്ടൻ ഓർഡറൊക്കെ എടുക്കാനായിട്ട് വന്നു. താറാവ് എടുത്തോ. കരിമീൻ വേണ്ടല്ലോ. കരിമീൻ വേണോ? ഞണ്ട് വേണോ? ഒരു ഞണ്ട് എടുത്തോ. കഴിക്കാൻ എന്താ? ഒരു പ്ലെയിൻ റൈസ് വേണം, ഒരു കപ്പ വേണം, അപ്പവും വേണം, 2 ഒരു പ്ലെയിൻ റൈസ്. അച്ഛന് ചോറാണോ വേണ്ടത്? ചോറ് വേണോ? എന്താ വേണ്ടത്? അപ്പൊ മതിയാ? നോക്കാം. നമുക്ക് എടുക്കാം അല്ലേ? ഒരു മുയല്, ഒരു ചെമ്മീൻ, ഒരു മീൻകറി, ഒരു പോർക്ക്, ഒരു താറാവ്, ഒരു ഞണ്ട്, ഒരു ചോറ്, 2 കപ്പ, 4 അപ്പം. കല്ല് വേണം. അപ്പോൾ നമ്മൾ നെട്ടൂർ ഷാപ്പിലെത്തിയേക്കാണ് കേട്ടോ. ഇവിടെ നല്ല വൈബാണ്. നമുക്ക് പുഴയുടെ തീരത്തിരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അപ്പം ഞങ്ങൾ കുറച്ച് അധികം സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വന്നിട്ട് കാണാം. അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. അപ്പം നിന്നെ നമുക്ക് ഫുഡൊക്കെ വന്നിട്ട് ഐറ്റംസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഷാനൂട്ട് എന്താ പുഴയുടെ വക്കത്ത് ഇങ്ങനെ ഇരുന്ന് കല്ലൊക്കെ ഇരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും ഒക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ ഷാനൂട്ടൻ്റെ പുഴ കണ്ടാൽ പിന്നെ ഒന്നും വേണ്ടല്ലോ, അവന് മുമ്പോളം പറഞ്ഞാൽ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. അച്ഛനും അമ്മയും അവനെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഷാനു കള്ളു കുടിക്കാണ്. ഷാനു അതാ ദാഹിക്കുണ്ടായിരുന്നേടാ. കസേരന്ന് വീഴൂട്ടാ. നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇപ്പോ ആദ്യമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, കമ്പിയൊന്നും കെട്ടി തിരിച്ചിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഷീറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഷീറ്റൊക്കെ അടിപൊളിയാക്കി നമുക്ക് മഴയത്താണെങ്കിലൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ആയിട്ട് ഓരോന്നായിട്ട് എത്താൻ തുടങ്ങി കേട്ടോ. ചിക്കപ്പാപ്പം അമ്മ തരാം. ഇത് മുയല? അത് മുയല്. അമ്മ തരാം. എന്നാ ഇതെടുത്തോ. അമ്മ തരാം. അപ്പം വീരലോട്ടാ. ചിക്കൻ തരാം. മീൻ എരിയും വന്നാ എരിയട്ടെ. അങ്ങനെ മീൻകറി വന്നു, മുയൽ ഫ്രൈ വന്നു, കപ്പ വന്നു, അപ്പം വന്നു, നമ്മുടെ ചെമ്മീൻ വന്നു, ചോറ് വന്നു. ഇനി ബാക്കി 2-3 ഐറ്റംസ് കൂടെ വരാനുണ്ട് കേട്ടോ. എരിയും വന്നാ അമ്മ തരാ. ചോറും കുട്ടിച്ചിക്ക മുയല് കണ്ടിട്ടില്ലേ? അമ്മ ചെമ്മീൻ തരാം. അമ്മ
ഗ്ലാസ് ഒന്നുമില്ല. എരിവുണ്ടാവും. അമ്മ തരാം. കള്ള് വരുമ്പോ എന്തായിരിക്കും അതിനെന്നാ കറി മാത്രം പറ്റിയാ വന്നതാണോ നീ? അയ്യോ അങ്ങനെ എന്താ ഷാനൂട്ടൻ മൊബൈൽ കണ്ടിട്ട് അത് ചിക്കനാണെന്നും പറഞ്ഞ് അവന് ചിക്കൻ വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ആദ്യം അവനെ ഒന്ന് അടക്കി അവനൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് പിന്നെ കഴിക്കലിലോട്ട് കിടക്കാമെന്ന്. അങ്ങനെ അവൻ ഓരോന്നായിട്ട് അവന് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാനായിട്ട് തുടങ്ങി. മുയലിന് അത്യാവശ്യം ഷാപ്പിലെ കറികൾ പിന്നെ പറയണ്ടല്ലോ, മുയലിന് മാത്രമല്ല എല്ലാത്തിനും നല്ല അത്യാവശ്യം എരിവുണ്ടായിരുന്നു. അപ്പം ഒന്ന് ആദ്യം തന്നെ നമുക്ക് മുയൽ ഫ്രൈ ടേസ്റ്റ് ചെയ്യാം. ഡ്രൈ ആയിട്ട് അടുത്തത് നല്ല ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. ഒരു ചെമ്മീൻ ഫ്രൈ ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇനി കുറച്ച് ചോറ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മീൻകറിയുടെ ചാറിങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് കപ്പ എടുക്കാം. മീനാ വേണ്ട, ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ചോറും കപ്പയും മീനും ഒക്കെ കൂടി ഇങ്ങനെ കുഴച്ച് കഴിച്ചു നോക്കാം. നല്ല ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് നല്ലൊരു അടിപൊളി മീൻകറിയാണ് കേട്ടോ. അങ്ങനെ ആ മീൻകറിയൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ബാക്കി 2 ഐറ്റംസ് എത്തി, പോർക്കും താറാവും. എല്ലാ പ്ലേറ്റുകളും കൂടി ഇങ്ങനെ നിരന്നിരിക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു മേശയിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ആ ഒരു മേശയും കൂടി, രണ്ടാമതൊരു മേശയും കൂടി ഞങ്ങളുടെ മേശയുടെ കൂടെ അടുപ്പിച്ച് ഇട്ട് തന്നു. എന്നിട്ട് നമുക്ക് സമാധാനത്തിൽ പ്ലേറ്റൊക്കെ മാറ്റി സമാധാനത്തിലിരുന്ന് കഴിക്കാമല്ലോ കരുതി കേട്ടോ. ഇത്രയും നേരമായിട്ട് ഞങ്ങൾ കള്ള് ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കള്ള് കുടിക്കാനല്ല മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾ ഷാപ്പിലെ കറികൾ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കള്ളും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് 2 ഗ്ലാസ് കള്ളും കൂടി ഈ ഒരു ടൈമിൽ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. താറാവ് കറിയാണ് കേട്ടോ. താറാവ് ശരിക്കും നമ്മൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഒരപ്പം എടുത്ത് ചാറ് വെച്ച് കഴിച്ചു നോക്കാം. അതാ താറാവ് അതാ വെള്ളത്തിൽ കൂടി, ഒരു താറാവ് അതാ വെള്ളത്തിൽ കൂടി പോകുന്നു. അതോ താഴ്ന്നു പോയിട്ടോ, താഴ്ന്നു പോയിട്ടാ. കൊളക്കോഴിയാന്ന് തോന്നുന്നത് അല്ലേ, അതേ പൊന്തി വരുന്നു നീർക്കോഴി. ഇനി താറാവിന്നതാ ഒരു പീസൊക്കെ ഇങ്ങനെ എടുത്ത്, അയ്യോ നല്ല ചൂട് കൈപ്പുള്ളി, നല്ല നെയ്യുള്ള പീസ് ഇട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താറാവിൻ്റെ ഈ ഒരു തൊലി കഴിക്കാനായിട്ട്. ഇനി അപ്പം കൊടുത്ത് ഒരു ചാറിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം. പിന്നെ പോർക്കുണ്ട്, അത് ഏട്ടൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ കേട്ടോ. എനിക്ക് പോർക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കത്തുമില്ല. ബാക്കി കഴിച്ച് ടേസ്റ്റ് ചെയ്തെല്ലാം അടിപൊളിയായിരുന്നു, ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ എരിവ് വലിച്ചുകൊണ്ടാണ് കേട്ടോ കഴിച്ചത്. അത്യാവശ്യം നല്ല എരിവുകളായിരുന്നു കറികൾക്കെല്ലാം. ആകെ പോർക്കിന് മാത്രം കുറച്ച് എരിവ് കുറവായിരുന്നു എന്ന് ഏട്ടൻ പറഞ്ഞു. പിന്നെ താറാവിനും എരിവ് കുറവായിരുന്നു. എനിക്ക് തോന്നുന്നത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കിയത് കൊണ്ടായിരിക്കാം, അറിയില്ല. ബാക്കി എല്ലാം നല്ലൊരു എരിവുള്ള കറികൾ. ഫുഡൊക്കെ കഴിച്ച് ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കള്ളെത്തിപ്പോയി. ഞാൻ ഈ വലിയ കാര്യത്തിന് ഒഴിക്കുന്നു എന്നല്ലാതെ കുടിക്കാറില്ല കേട്ടോ കള്ളൊന്നും. കള്ള്, ബിയർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും തന്നെ എനിക്കിഷ്ടമല്ല, ഞാൻ കുടിക്കാറുമില്ല.
ഇതിപ്പോൾ ഏട്ടൻ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്യാൻ വേണ്ടി ഒരു ആകാംക്ഷയിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തന്നേ ഉള്ളൂ. അമ്മ കഴിച്ചോ? അമ്മ എല്ലായിട്ടും വെച്ചോ? ചോറോണം കിട്ടും വച്ചാ എല്ലാത്തിനും സമ്മതിക്കും. ഇപ്പൊ നമ്മുടെ ഞണ്ട് റോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞണ്ട് കഴിക്കാനാണ് പണി. നല്ല എരി. ചേട്ടാ എങ്ങനെയാ? നല്ല എരി. അടിപൊളി. അങ്ങനെ ഞങ്ങൾ എല്ലാം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. കൂട്ടത്തിലെ എരിവ് കൂടുതൽ എനിക്ക് തോന്നുന്നു മീൻകറിക്കും ഞണ്ടിനും ആയിരുന്നു. ഞണ്ടിന് രക്ഷയില്ലാത്ത എരിവ്. പച്ചമുളക് അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയ പോലെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പച്ചമുളകിൻ്റെ എരിവിൻ്റെ ടേസ്റ്റ് ആയിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് ഞണ്ടിൽ. പിന്നെ മീൻകറി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു മീൻകറി, നല്ല കഷ്ണമായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും നേരം എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ട് ഏട്ടൻ ഇപ്പോഴാണ് വന്നിരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നത്. ഏട്ടൻ മെയിനായിട്ടും ഓർഡർ ചെയ്ത സംഭവം പോർക്കായിരുന്നു കേട്ടോ. പോർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അത് ആദ്യമേ തന്നെ ഫിനിഷാക്കി. പിന്നെ ഞണ്ടെടുത്തു, കപ്പ എടുത്തു, മീൻകറി എടുത്തു. ഏട്ടന് മീൻകറിയോട് വലിയ താല്പര്യം തോന്നിയില്ല, കാരണം എരിവ് കൂടുതലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഏട്ടൻ മീൻകറി വല്ലാണ്ട് അങ്ങനെ കഴിച്ചില്ല. പിന്നെ താറാവും അത്രയ്ക്ക് പോരായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കും പേഴ്സണലി താറാവ് അധികം ഇഷ്ടപ്പെട്ടില്ല. വെള്ളം പോലെ ഇരുന്നിച്ചു ഗ്രേവി. താറാവ് റോസ്റ്റ് ആയിരുന്നെങ്കിൽ പിന്നെയും നല്ല ടേസ്റ്റ് ഉണ്ടായേനെ. ഇതിപ്പോൾ ഗ്രേവിയൊക്കെ ഒരുമാതിരി വെള്ളം പോലെ ഇരുന്നിച്ചു. മീൻകറി അടിപൊളിയായിരുന്നു. പിന്നെ ചെമ്മീൻ റോസ്റ്റ്, മുയൽ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മുയൽ കഴിച്ചത്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മുയൽ. എനിക്ക് ഇനിയും കഴിക്കണം. ഞങ്ങൾ അതുകൊണ്ട് 2 പ്ലേറ്റ് മുയൽ ഫ്രൈ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഒരു പ്ലേറ്റിന് 250 രൂപയായിരുന്നു റേറ്റ്. അങ്ങനെ അത് 2 വാങ്ങിയപ്പോൾ തന്നെ രൂപ 500 ആയി. അങ്ങനെ കഴിച്ച ഒരു വഴിയായിട്ട് നല്ല എരിവ്, എല്ലാത്തിലും നല്ല എരിവായിരുന്നു. വെള്ളം കുടിച്ച് ഞാൻ കള്ള് തൊട്ടിട്ടില്ല കേട്ടോ. ഇവരൊക്കെയാണ് കള്ള് കുടിച്ചത്, ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ വെള്ളം തന്നെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ എല്ലാം അമ്മയും കുടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാം ഞണ്ട് തീർക്കാനായിട്ട് ഒരു റൈസും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞണ്ട് തീരാനുണ്ട് കേട്ടോ. റൈസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്, മൊയിൽ ഫ്രൈ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. മൊയിൽ ഫ്രൈ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. കാട ചോദിച്ച് പക്ഷെ കിട്ടിയില്ല. ഇനിയിപ്പോൾ വരട്ടെ. അങ്ങനെ മുയലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ചോറും ഞണ്ടും മുയലും കൂടി ഒരു പിടി പിടിക്കാം. പ്ലെയിൻ റൈസും നമ്മുടെ മുയൽ ഫ്രൈയും കൂടി കഴിച്ചു നോക്കാം. നല്ല ചൂട് ചോറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയൊക്കെയാണെന്ന് നമ്മൾ വഴിയെ പറഞ്ഞു തരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇതൊക്കെ നമ്മുടെ നെട്ടൂർ ഷാപ്പിലേക്കുള്ള വണ്ടികളാണ് കേട്ടോ. പാലത്തിൽ ഇങ്ങനെ നിരത്തിയിട്ടേക്കണം. പിന്നെ പാർക്കിംഗ് ആയിട്ട് ഈ ഒരു ഏരിയ ഉണ്ട്. ആ ഒരു പറമ്പ് ഫുള്ള് നമുക്ക് പാർക്കിംഗ് ഏരിയ ആയിട്ട് എടുക്കാം. ഇവിടെ വണ്ടികൾ ഏറെക്കുറെയൊക്കെ നിറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു.